ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കിയതിനെ തുടർന്നാണ് ഇന്റലിജൻസ് മേധാവിയായിരുന്ന മനോജ് എബ്രഹാമിന് പകരം നിയമനം ലഭിച്ചത്. ഇതോടെ ഒഴിവ് വന്ന ഇന്റലിജൻസ് മേധാവി സ്ഥാനത്തേക്കാണ് ADGP P. വിജയന്റെ നിയമനം. നിലവിൽ പോലീസ് അക്കാദമി ഡയറക്ടറാണ് P. വിജയൻ. IG A. അക്ബറിനാണ് പോലീസ് അക്കാദമി ഡയറക്ടർ സ്ഥാനത്ത് പകരം നിയമനം നൽകിയിരിക്കുന്നത്. ഏറെക്കാലത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് സർക്കാർ ADGP P. വിജയന് സുപ്രധാന ചുമതല നൽകുന്നത്. എലത്തൂർ ട്രെയിൻ തീവയ്പ് കേസുമായി ബന്ധപ്പെട്ട് നടപടി നേരിട്ട ഉദ്യോഗസ്ഥനാണ് P. വിജയൻ. സംസ്ഥാന തീവ്രവാദ വിരുദ്ധ സ്ക്വാഡിന്റെ ചുമതലയുണ്ടായിരുന്ന P. വിജയൻ എലത്തൂർ ട്രെയിൻ തീവയ്പ് കേസിലെ പ്രതിയെ രത്നഗിരിയിൽ നിന്ന് കൊണ്ടുവരുന്ന യാത്രാവിവരം ചോർന്നു എന്നാരോപിച്ച് ADGP MR അജിത് കുമാർ റിപ്പോർട്ട് നൽകിയിരുന്നു. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ P. വിജയനെ സർക്കാർ സസ്പെൻഡ് ചെയ്തു. പിന്നീട് നടന്ന വകുപ്പ് തല അന്വേഷണത്തിൽ P. വിജയൻ ചട്ടലംഘനം നടത്തിയിട്ടില്ലെന്ന് കണ്ടെത്തി. MR അജിത് കുമാറിന് തന്റെ റിപ്പോർട്ടിനെ സാധൂകരിക്കുന്ന തെളിവ് ഹാജരാക്കാനും കഴിഞ്ഞില്ല. ഇതോടെ സർക്കാർ സസ്പെൻഡ് ചെയ്ത നടപടി പിൻവലിച്ചു. അധികം വൈകാതെ IG റാങ്കിൽ നിന്ന് ADGP-ആയി P. വിജയന് സ്ഥാനക്കയറ്റവും ലഭിച്ചു. 1999 ബാച്ച് IPS ഉദ്യോഗസ്ഥനാണ് P. വിജയൻ. കോഴിക്കോട്, തൃശൂർ, കൊച്ചി, തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറായിരുന്നു. സ്റ്റുഡന്റ് കേഡറ്റ് എന്ന സംവിധാനത്തിന്റെ ആശയം P. വിജയന്റേതാണ്. ശബരിമലയിലെ പുണ്യപൂങ്കാവനം പദ്ധതിയും ശ്രദ്ധ നേടി. ബുക്സ് ആൻഡ് പബ്ലിക്കേഷൻ സൊസൈറ്റിയുടെ ചുമതലയും വഹിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് ചുമതലയുമായി ബന്ധപ്പെട്ട് ഹരിയാനയിലാണ് P. വിജയൻ ഇപ്പോൾ. ആരോപണ വിധേയനായ ADGP MR അജിത് കുമാറിന്റെ സ്ഥാനചലനം P. വിജയന് സുപ്രധാന പദവിയിലേക്ക് വഴിയൊരുക്കിയെന്നത് നടപടിയിലെ കൗതുകം. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.